വെൽക്കം ടു നീനൂസ് ഡയറി. ഞാൻ നീനു. ഞാൻ നാൻസി. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്ലാന്റ് സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അധികം റേറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ്. അപ്പോൾ അത് 2 മോഡലിലുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നതിനകത്ത്. അപ്പോൾ ചിലപ്പം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് തന്നെ ഇടും കേട്ടോ. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ഐഡിയ തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടല്ലോ, ലിനി ചേച്ചി മാത്യു ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ. അവരുടെ വീട്ടിൽ അതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ 2 തരത്തിലുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ LED ബൾബൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലാന്റിൽ നിന്ന് ലൈറ്റും കിട്ടും, അതേസമയം ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും, ആ ലൈക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ തട്ടുകൾ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഏറ്റവും റേറ്റ് കുറഞ്ഞ സാധനമാണ്, നമ്മൾ പ്ലൈവുഡാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഇതാണ്. അപ്പോൾ ഇതുപോലൊരു വലിയ ഷീറ്റ് പ്ലൈവുഡ് മേടിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കട്ട് ചെയ്യിപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്യല്ല, നമ്മൾ കട്ട് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവുകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ അളവെടുത്തേക്കുന്നത് ഒരു സൈഡിൽ 28 സെൻറ്റിമീറ്ററാണ് ലെങ്ത് എടുത്തേക്കുന്നത്. അതേപോലെ മറ്റേ സൈഡിൽ നമ്മൾ 20 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ അളവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചെയ്തത് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഈ അളവിനനുസരിച്ച് നമ്മൾ തട്ടുകൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ 3 ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 28 സെൻറ്റിമീറ്ററിൻ്റെ നേരെ നടുക്കായിട്ട്, അതായത് 2 സൈഡിലും 14 സെൻറ്റിമീറ്റർ വരുന്ന കണക്ക് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ സൈഡിൽ നമ്മൾ നേരെ നടുക്കായിട്ടല്ല, ഇച്ചിരി മുമ്പോട്ടായിട്ടാണ്. അപ്പോൾ അതായത് 20 സെൻറ്റിയുടെ നേരെ നടുക്കെന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ 13 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇട്ടേക്കുന്നത് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നടുക്കായിട്ട് വരുമ്പോഴത്തേക്കിനും വെയിറ്റ് വെക്കുമ്പം ചിലപ്പം സ്റ്റാൻഡ് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നടുക്കാവാതെ നമ്മൾ കുറച്ചൊന്ന് മുമ്പോട്ടായിട്ടാണ് നമ്മൾ മറ്റ് 2 ഹോളുകളും വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അളവുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡിന് നമുക്ക് 6 തട്ടുകളാണ് ആവശ്യം. അപ്പോൾ 6 തട്ടുകളും നമ്മൾ ഇതുപോലെ തന്നെ ഹോൾ ഇട്ടെടുത്തേക്കാണ്. അപ്പം നമ്മൾ ഹോൾ ഇട്ടതും അതുപോലെ ഈ തട്ടുകൾ മുറിച്ചതും നമ്മളൊരു കാർപ്പൻറ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അളവുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം അവർ മെഷീനിൽ തന്നെ കട്ട് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഹോൾ ഇട്ടത് അവർ തന്നെയാണ് ഹോൾ ഇട്ട് തന്നത് കേട്ടോ. അപ്പോൾ അവർ നമ്മൾക്ക് ചെയ്ത് തന്നതാണ്. ഇപ്പം നമ്മളിതുപോലെ 6 തട്ടുകൾ നമ്മളിതുപോലെ തന്നെ ഒരേ അളവിൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഹോൾ ഇട്ടെടുത്തേക്കാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഇതുപോലത്തെ വാഷറുകളും നട്ടുകളുമാണ് വേണ്ടത്. അപ്പം നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡ് 6 തട്ടുകളുള്ള പ്ലാന്റ് സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 നട്ടുകളും വേണം, 36 വാഷറുകളും വേണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടിന് തന്നെ നമുക്ക് 6 വാഷറും 6 നട്ടും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഒരു സ്റ്റാൻഡിന് 6 തട്ടുള്ള ഒരു സ്റ്റാൻഡിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 36 പീസ് നട്ടും വേണം, 36 പീസ് വാഷറും വേണം കേട്ടോ. എനിക്കപ്പോൾ ഇത്രയും നട്ടുകളും അതുപോലെ വാഷറുകൾക്ക് ആയത് 10 ദിറമാണ് വന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ത്രെഡ് റോഡാണ്. അപ്പോൾ ത്രെഡ് റോഡ് എന്ന് പറയുമ്പം ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് 2 മീറ്റർ വലിപ്പമുള്ള ത്രെഡ് റോഡാണ് കേട്ടോ. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ത്രെഡുകളുള്ള റോഡിനെയാണ് ത്രെഡ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന കടകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഈ 2 മീറ്ററിൻ്റെ ത്രെഡ് റോഡിന് നമുക്ക് അയക്കുന്നത് 3 ദിറമാണ്, 3 ദിറമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ 3 ത്രെഡ് റോഡുകളാണ് ആവശ്യം കേട്ടോ. അപ്പം നമുക്ക് 2 മീറ്ററിൻ്റെ വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മുറിച്ച് തരും കേട്ടോ. അപ്പം നമ്മളിവിടെ മുറിച്ചൊന്നുമില്ല, നമ്മൾ 2 മീറ്ററിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാനുള്ള LED ലൈറ്റാണ് കാണിക്കുന്നത്. അപ്പം ഈ LED ലൈറ്റ് നിങ്ങൾ നോക്കി. അപ്പോൾ ഇത് സാംസങ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് തന്നെ 3 ചെറിയ ചെറിയ LED ലൈറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറവശത്ത് 3Mൻ്റെ സ്റ്റിക്കറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ.
അപ്പം ഇങ്ങനത്തെ ഒരു ലൈറ്റിന് 3 ദിർഹമാണ് ഇവിടെ ചാർജ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഷെൽഫിൻ്റെ തട്ടുകളനുസരിച്ച് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സ്റ്റാൻഡ് ബ്ലാക്ക് കളറിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മുടെ ത്രെഡ് റോഡ്, നട്ട്, അതുപോലെ തട്ടുകൾക്കെല്ലാം നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ ആദ്യം തന്നെ ത്രെഡ് റോഡും അതുപോലെ തട്ടുകൾക്കും എല്ലാം ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു. അപ്പോൾ ത്രെഡ് റോഡ് നമ്മുടെ നട്ട് കയറുന്ന കറക്റ്റ് അളവിലായിരിക്കുമല്ലോ ത്രെഡ് റോഡിൻ്റെ ഇതടിക്കുന്നത്. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ത്രെഡ് റോഡ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ നോക്കുമ്പം അത് ഇച്ചിരി മുറുക്കമായിരുന്നു. ഇച്ചിരി ടൈം എടുത്ത് നമ്മളതിങ്ങനെ പിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതുപോലെ ഒരു വാഷറും ഒരു നട്ടും എടുക്കാം. ആദ്യം നമ്മൾ വാഷർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ നട്ട് പിരിച്ച് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം സ്റ്റാൻഡിൻ്റെ മറുവശത്തും ഇതുപോലെ തന്നെ നട്ടും അതുപോലെ വാഷറും ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ നിന്നും വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു തട്ടിന് തന്നെ 6 വാഷറും 6 നട്ടും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇത് 2 സൈഡിൽ നിന്നും ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഒരു തട്ട് നമ്മുടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത തട്ടിനായിട്ട് നമുക്ക് എന്തോരം വലുപ്പത്തിലുള്ള തട്ടാണ് വേണ്ടതെന്നുള്ളത്, അതായത് എത്ര സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത തട്ട് വേണ്ടതെന്നനുസരിച്ച് ആദ്യം നട്ടിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ വാഷർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇത് കണ്ടോ, ഇച്ചിരി മുറുക്കമാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്ത കാരണം അത് ഇച്ചിരി കയറാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത് നമ്മൾ തട്ടിട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഹോളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ തട്ട് ആ ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പം നമ്മൾ തട്ട് നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മുമ്പേ പോലെ തന്നെ നമ്മൾ ഇനി നമ്മുടെ വാഷറും അതുപോലെ നട്ടും വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 3 ഹോളിൻ്റെ അവിടെയും 2 സൈഡിലുമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ഹോളിലും നമ്മൾ ആദ്യം വാഷർ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മളവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ തട്ട് അവിടെ ഫിക്സ് ചെയ്യുന്നത് 2 സൈഡിൽ നിന്നും നട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ഫിക്സ് ആവും. അപ്പം നമ്മുടെ സ്റ്റാൻഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നട്ടുകളെല്ലാം നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 സ്റ്റാൻഡുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡിൽ 6 തട്ടുകളും ഒരു സ്റ്റാൻഡിൽ 5 തട്ടുകളും വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ അറിയാം എല്ലാ തട്ടുകളുടെയും ഹൈറ്റ് സെയിം അല്ല. അപ്പം ഞങ്ങളുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചാണ് ഞങ്ങൾ തട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡിൻ്റെ പണി. അപ്പം നിങ്ങൾക്ക് ഇൻഡോറിൽ നല്ല വെളിച്ചമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ, വെളിച്ചമുള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LED ലൈറ്റിൻ്റെ ആവശ്യം തന്നെയില്ല. നമുക്ക് ഈ സ്റ്റാൻഡ് മാത്രം വാൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻസൈഡിൽ വെളിച്ചം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ LED ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് LED ലൈറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പവർ പ്ലഗ് വേണം. അപ്പോൾ പവർ പ്ലഗിൻ്റെ റേഞ്ച് ഇതിനകത്ത് ഇൻപുട്ട് കാണിക്കുന്നുണ്ട്. 100 to 240 വാട്ടിൻ്റെ ഒരു പവർ പ്ലഗാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൂടാതെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ഇലക്ട്രിക് വയർ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് കളർ വയറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് വയർ വേണം. ഇവിടെ ഞങ്ങളൊരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ LED ലൈറ്റെല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ട് ഞങ്ങളൊരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തന്നെ തേടി. അപ്പം പുള്ളി ഇത് കണക്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇനിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഓരോന്നോരോന്ന് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ പുള്ളി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടാണ് പുള്ളി ഓരോന്നോരോന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ LED ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ വീഡിയോയിൽ. ഇപ്പം നമ്മുടെ സ്റ്റാൻഡിൻ്റെ LED ലൈറ്റ് എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് എങ്ങനെയാണ് വാൾ മൗണ്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ക്ലാമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒറ്റൊരു ക്ലാമ്പ് മതി, ഈ വലിയ സ്റ്റാൻഡിന് ഒരൊറ്റൊരു ക്ലാമ്പ് മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ വാളിലോട്ടത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് കളർ LED ലൈറ്റെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വൈറ്റ് കളർ വയർ നമ്മൾ ഈ ബ്ലാക്ക് കളർ പവർ സോക്കറ്റിലോട്ട്, പവർ പ്ലഗിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് പുള്ളി ഇപ്പോൾ ഇനി കാണിക്കുന്നത് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ LED ലൈറ്റ് ഫിക്സ് ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് നോക്കുകയാണ്. അപ്പം ഇതുണ്ടോ, ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പ്ലാൻസ് എല്ലാം വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പം ഇത്രയും ഈസിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫുൾ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കണ്ടു നോക്കാവേ. അപ്പോൾ ഇത് ഞങ്ങൾ പ്ലാൻസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വ്യൂ ആണിത്. അപ്പോൾ ഞങ്ങൾ TV സ്റ്റാൻഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇതുപോലെ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇൻഡോറിൽ നമുക്ക് അധികം ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്കിതുപോലെ ലൈറ്റുള്ള LED ലൈറ്റുള്ള സ്റ്റാൻഡ് നമ്മൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് എപ്പോഴും ലൈറ്റ് കിട്ടുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ പ്ലാന്റ്സ് എല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ UAE-ലാണ് സെറ്റിൽഡ്. അപ്പം നല്ല ചൂടാണ് ഇവിടെ, നല്ല ക്ലൈമറ്റ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് പുറത്ത് വെക്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അപ്പം പ്ലാന്റ്സ് നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോർ വെച്ച് കഴിയുമ്പം ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് പെട്ടെന്ന് അഴുക്കായി പോകുമായിരുന്നു. ഇപ്പോൾ ഈ ഇൻഡോറിൽ നമ്മൾ ഇതുപോലെ LED ലൈറ്റ് വെച്ചിട്ടുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയ ശേഷം എൻ്റെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് ഇത് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഈ സെയിം സാധനങ്ങൾ വെച്ചിട്ട് വേറൊരു മോഡലിൽ അമ്മ പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുന്നതാണ്. അത് നാട്ടിലാണ്. അപ്പോൾ അതിന് LED ലൈറ്റൊന്നും ഇല്ല, പക്ഷേ അതൊരു വേറെ മോഡൽ തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും കാണുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.